ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ വല്ല ആശിക്കീങ്ങളാ, സൂഫിയാക്കളിൽപ്പെട്ടവരാ. അവർ പറയാ, മൻ ഹയ്യ, ഒരാൾ തയ്യാറ് ചെയ്തു. എന്തിനു വേണ്ടി? ലി അജിലി ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദോത്തിന് വേണ്ടി, മൗലൂദ് ഓതാൻ വേണ്ടി. എന്താ തയ്യാർ ചെയ്തത്? ത്വഅമ, നല്ല അടിപൊളി ഭക്ഷണം. മാഷാ അല്ലാഹ്. വ ജമഅ ഇഖ്വാന, തൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു വരുത്തി. വ ഔഖദ സിറാജ, രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല വിളക്ക് കത്തിച്ച് നല്ല വെളിച്ചൊക്കെ ഉണ്ടാക്കി. വ ലബിസ ജദീദ, നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്. വ തഅത്തറ, സുഗന്ധം അത്തറൊക്കെ പൂശി. വ തജമ്മല, ഒന്ന് മൊഞ്ചായി. ഇതൊക്കെ എന്തിനാ അറിയോ? എന്തിനാ? തഅളീമൻ ലി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ മൗലിദിനെ ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, വന്ദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി മഅൽ ഫിർഖത്തിൽ ഊലാ മിനൻ നബിയ്യീൻ. ഹശറഹുല്ലാഹു തആല, അല്ലാഹു അവനെ ഒരുമിച്ച് കൂട്ടുന്നതാണ് യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ. ആരോടുകൂടെ? മഅൽ ഫിർഖത്തിൽ ഊലാ, ഒന്നാം പാർട്ടിക്കാരോടുകൂടെ. അതാരാ? മിനൻ നബിയ്യീൻ, നബിമാര്. കാരണം എന്താ? ആ നബിമാരുടെ നേതാവ് സയ്യിദുൽ മുർസലീൻ, സയ്യിദുൽ അംബിയാ, ഖാത്തിമുൽ അംബിയാ, എല്ലാമായ ഹബീബിനെ ആദരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ആ നബിമാരുടെയൊക്കെ നേതാവായ ആ നബിമാരോട് കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടും. മാഷാ അല്ലാഹ്. കഴിഞ്ഞോ? ഇല്ല. വകാന ഫീ അഅലാ ഇല്ലിയീൻ, ഇല്ലിയീൻ എന്ന പദവികൾ വെച്ച് ഏറ്റവും ഉന്നതമായ പദവിയിലും അവനാവും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് റബീഉൽ അവ്വലിനാവണമെന്നില്ല. റബീഉൽ അവ്വൽ ആവുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു ഓർമ്മ, ഇതൊക്കെ എന്നും വേണ്ടത് തന്നെയാണ്. പ്രത്യേകം ചൊല്ലാൻ ഒരു ചാലകവും പ്രേരവും ഉണ്ടാവും. ഹബീബ് ജനിച്ച മാസമാണല്ലോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ മാസവുമാണല്ലോ. അപ്പം നല്ലൊരു ബന്ധമുണ്ട് ഹബീബിനോട്. അപ്പം നമ്മളിത് നടത്തും. ഖുർആനിനോ സുന്നത്തിനോ ഇജ്മാഇനോ അസറിനോ എതിരില്ല. മാഷാ അല്ലാഹ്. ബിദ്അത്തുൻ ഹസനത്ത, ഇങ്ങനെയൊക്കെ നടത്തണം നമ്മൾ.